Financial market is broadly divided into two categories. First one, money market. Market for short-term funds and financial instruments with maturity up to 1 year. ഒരു വർഷം വരെ കാലയളവുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റികളെയാണ് നമ്മൾ മണി മാർക്കറ്റിൽ സെൽ ചെയ്യുന്നത്. ഇത് ഷോർട്ട് ടേം ആണ്. 1 year വരെയാണ് ഇതിൻ്റെ വാലിഡിറ്റി. Purpose is to provide liquidity and meeting working capital needs of business and government. മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷോർട്ട് ടേമിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ലിക്വിഡിറ്റിക്കും ഡേ ടു ഡേ വർക്കിംഗ് കണ്ടീഷൻ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടും, അതായത് മീറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിന് എക്സാമ്പിളാണ് ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, കോൾ ഓർ നോട്ടീസ് മണി, റിപ്പോസ് ആൻഡ് റീപർച്ചേസ് റിപ്പോസ്. മണി മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആണ് RBI, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, NBFCs, മ്യൂച്വൽ ഫണ്ട് ആൻഡ് ലാർജ് കോർപ്പറേറ്റ്സ്. മണി മാർക്കറ്റ് പോലെ അടുത്ത മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. മാർക്കറ്റ് ഫോർ ലോങ് ടേം ഫണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് മെച്യൂരിറ്റി പീരീഡ് ഓഫ് മോർ ദാൻ 1 year. ഒരു വർഷത്തിൽ കൂടുതലുള്ള ലോങ് ടേം ഫണ്ട്സിനും ഇൻസ്ട്രുമെൻറ്റ്സിനും വേണ്ടിയിട്ടുള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ദി പർപ്പസ് ഈസ് ടു പ്രൊവൈഡ് ഫണ്ട്സ് ഫോർ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ. നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, വെർ കമ്പനീസ് ഇഷ്യൂ ഫ്രഷ് സെക്യൂരിറ്റീസ് ഫോർ ദി ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ ഫ്രഷ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രൈമറി മാർക്കറ്റിൽ. അതിൻ്റെ മെത്തേഡാണ് പബ്ലിക് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് എന്നിവ. സെക്കൻഡറി മാർക്കറ്റ്, ഓൾസോ നോൺ ആസ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇവിടെ നമ്മൾ ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി. എക്സാമ്പിളാണ് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ. അവിടെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് ആണ് കിട്ടുക. അതായത് അവിടെ ചെന്ന് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് അല്ല, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയായിരിക്കും മിക്കവാറും ഡീലിങ്സ് നടക്കുക. ഇവിടുത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻഷ്യൽ ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോൺഡ്സ്, ഡെറിവേറ്റീവ്സ് ഒക്കെ. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇൻസ്ട്രുമെൻസിൻ്റെ നേച്ചർ വെച്ചിട്ട് ഡെപ്റ്റ് മാർക്കറ്റ്, ഇക്വിറ്റി മാർക്കറ്റ്, ഡെറിവേറ്റീവ് മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ് ഇങ്ങനെ മാർക്കറ്റുകളെ തിരിക്കാം. ഡെപ്റ്റ് മാർക്കറ്റ് ഡീൽസ് ഇൻ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ബോണ്ട്, ഡിബെഞ്ചേഴ്സ് എക്സെട്ര. ഇക്വിറ്റി മാർക്കറ്റ് ഡീൽസ് ഇൻ ഓണർഷിപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഇക്വിറ്റി ഷെയർസ് ഡീൽ ചെയ്യുന്നതാണ് ഇക്വിറ്റി മാർക്കറ്റ്. ഡെറിവേറ്റീവ് മാർക്കറ്റ് ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഫോർവേഡ്, സ്വാപ്സ് യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് ആൻഡ് സ്പെക്കുലേഷൻ. ഹെഡ്ജിങ്ങിനും സ്പെക്കുലേഷനും വേണ്ടിയിട്ടുള്ള ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഫോറക്സ് മാർക്കറ്റ് ഈസ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ്. കറൻസി ട്രേഡിംഗ് മാത്രമാണ് ഫോറക്സിൽ നടക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെച്യൂരിറ്റി. മെച്യൂരിറ്റീൻ്റെ ബേസിസിൽ ഷോർട്ട് ടേം മാർക്കറ്റ് എന്നും ലോങ് ടേം മാർക്കറ്റ് എന്നും. ഷോർട്ട് ടേം മാർക്കറ്റിൽ വരുന്നത് മണി മാർക്കറ്റും ലോങ് ടേം മാർക്കറ്റിൽ വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റുമാണ്. ഇവിടെ ഷോർട്ട് ലോങ് എന്ന് തീരുമാനിക്കുന്നത് 1 ഇയറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ് ടു 1 year ഷോർട്ട് ടേമും 1 year കഴിഞ്ഞിട്ട് വരുന്നത് ലോങ് ടേമുമാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫങ്ഷനാലിറ്റി. ഓർഗനൈസ്ഡ് മാർക്കറ്റ്. ഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് റെഗുലേറ്റഡ്, ട്രാൻസ്പെറൻറ്റ് വിത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അത് NSE, BSE, RBI റെഗുലേറ്റഡ് മണി മാർക്കറ്റൊക്കെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇനി അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇൻഫോർമൽ ക്രെഡിറ്റ് സിസ്റ്റം ഇൻക്ലൂഡിങ് മണി ലെൻഡേഴ്സ്, ഇൻഡിജിയസ് ബാങ്കേഴ്സ്, ചിറ്റ് ഫണ്ട്സ്, നമ്മുടെ ലോക്കലായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അൺഓർഗനൈസ്ഡ് ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആണ് ഹൗസ് ഹോൾഡ്സ്. ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുകയാണെങ്കിൽ സർപ്ലസ് യൂണിറ്റ് പ്രൊവൈഡിങ് സേവിങ്സ്. ബിസിനസ് ഫേംസ്, ഡെഫിസിറ്റ് യൂണിറ്റ്സ് റിക്വയറിംഗ് ഫണ്ട്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഗവൺമെൻറ്, ബോത്ത് ബോറോവേഴ്സ് ആൻഡ് റെഗുലേറ്റേഴ്സ്. Financial intermediaries like banks, NBFCs, insurance companies, mutual funds, pension funds, etc. Regulatory bodies, RBI, SEBI, IRDAI, PFRDA. Role of financial market. It's for mobilizing of savings, capital formation, liquidity to investors, price discovery of financial assets, risk sharing through derivative instruments, promotes economic growth.